Yes, good evening, friends. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഡേ 4 ആണല്ലേ ഇന്ന്. യെസ്, 3 ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇന്നലെ ചെയ്തതൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കിയാ? എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കില്ലേ? ഇത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇന്നലെ എടുത്ത സെഷനില്? എല്ലാവരും പോസ്റ്റർ, സ്വന്തം ബ്രാൻഡിൽ പോസ്റ്റർ ഉണ്ടാക്കാനും ലോഗോ ആഡ് ചെയ്യാനൊക്കെ പഠിച്ചോ? ചെയ്തതിൽ ആർക്കെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഓക്കെയാണ്. ഓക്കെ. ഫസീന മാഡം എല്ലാം ചെയ്ത് നോക്കിയിരുന്നോ? ബഷീർ സർ അതുപോലെ തന്നെ ചെയ്തുട്ടോ, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തില്ല. ചെയ്ത് നോക്കിയായിരുന്നേ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സ്വന്തം എങ്ങനെയാണ് സ്വന്തം ബ്രാൻഡിൽ ലോഗോ ആഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ അല്ലെ? യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ഇന്ന് ഇപ്പൊ നമ്മുടെ ഫോട്ടോ, നമ്മളെ പോസ്റ്ററിൽ നമുക്ക് നമ്മളെ ഫോട്ടോ ആഡ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ആർക്കും ഐഡിയ ഉണ്ടാവും? ഇങ്ങനെ നമ്മുടെ ഫോട്ടോ നമ്മുടെ പോസ്റ്ററിൽ ബ്രാൻഡിൽ വരണം, നമ്മളെ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടോ ആളുകൾക്ക്? അല്ലെ, ഇതിലാർക്കെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ സ്വന്തം ഫോട്ടോസ് വെച്ചിട്ട്? ഹലോ, ചിന്തിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്ന് അത് ഒന്ന് ചെയ്യാം. നമ്മളെ ഫോട്ടോസ് എങ്ങനെ നമുക്ക് നമ്മുടെ പോസ്റ്റേഴ്സിൽ കൊണ്ടുവരാം. അല്ല, പല ആളുകളും ചെയ്യുമ്പോൾ നമ്മളെ ഫോട്ടോ കറക്റ്റ് അതേ ഫോട്ടോ കിട്ടും, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ മാക്സിമം അക്യുറേറ്റ് ആയിട്ട് എങ്ങനെ കിട്ടാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി ചാറ്റ് GPT, ജെമിനി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഏതാണ് ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് നമ്മുടെ തന്നെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോ വെച്ച് നല്ല പ്രൊഫൈൽ പിക്ക് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ചെയ്തിരുന്നു. ഒന്നുമില്ല, അപ്പൊ എനിക്ക് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഫൈൽ പിക്ക് വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? അപ്പോ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഐക്കൺ അമർത്തുക, എന്ത് ചെയ്യാം,
ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. നമ്മളൊരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തു. എനിക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രൊഫൈൽ പിക്ക് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ പാസ്പോർട്ട് സൈസ് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പിക്കിന് വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽ പിക് ഫോർ ഇൻസ്റ്റഗ്രാം. ഐ നീഡ് എ പ്രൊഫൈൽ പിക് ഫോർ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് എനിക്ക് പ്രൊഫൈൽ പിക്ക് വേണം. മൈ പിക് അല്ലെങ്കിൽ മൈ ഇമേജ് ഈസ് അറ്റാച്ച്ഡ് എബോവ്. ഇങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് എൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ കൊടുത്ത ആഡ് എനിക്ക് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽ പിക്കാണ് വേണ്ടത് എന്ന് കൊടുത്താണ്. അപ്പൊ എന്താണ് വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിനെ ഏത് തരത്തിലാക്കി മാറ്റണോ. ഇപ്പൊ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കണമെങ്കിൽ ആ ലെവലിൽ കൊടുക്കാം. ലിങ്ക്ഡിനിൽ കൊടുക്കാനുള്ളതാണെങ്കിൽ ലിങ്ക്ഡിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ആക്കി തരണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് ഫോട്ടോ ആക്കി തരാം. ഇങ്ങനെ മാറ്റി തന്ന ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് തരും, ChatGPT തന്നെ നമുക്ക് എന്ത് ചെയ്ത് തരും, ചേഞ്ച് ചെയ്ത് തരും. ഏത് ഫോർമാറ്റിലാണ് വേണ്ടത് അങ്ങനെ ചെയ്തു തരും. നമ്മുടെ ഫോട്ടോസിൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന പിക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ള നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ തന്നെയാണ് വരുന്നത്, വേറെ ആളാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മളെ ഫോട്ടോ എടുത്താൽ വേറൊരാളായിട്ടാണ് വരുന്നത്, കറക്റ്റ് അക്യൂറസി ഇല്ലായിരുന്നു. ഇപ്പൊ കുറെയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അതേ ഫോട്ടോ ഞാൻ കൊടുത്തു തന്നെയാണ് വന്നിട്ട് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടുള്ള പ്രൊഫൈൽ പിക്ക് എനിക്ക് ഉണ്ടാക്കി തന്നു. ഓക്കെ, ഇതെനിക്ക് നേരെ സേവ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ എന്ത് ചെയ്യാം, എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് വൺ തിങ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് എന്ത് ചെയ്യണ്ട, ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോ എടുക്കുന്ന ക്യാഷ് നമുക്ക് ഓർക്കാൻ പറ്റും. നമുക്ക് ഇത് സെറ്റ് ആക്കിയിട്ട് പ്രിന്റ് എടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മളൊരു സെൽഫി അല്ല നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് പ്രൊഫഷണൽ ആക്കിയിട്ട് ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ചേഞ്ച് ദി സ്യൂട്ടിന്റെ കളർ മാറ്റണം എന്ന് കൊടുത്ത് കളർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നോക്കാം. സ്യൂട്ടിന്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റാം. നമ്മളെ ഡ്രസ് കോഡ് മാറ്റണമെങ്കിൽ അതും മാറ്റാം. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അറിയുന്നത് തന്നെ ആയിരിക്കും നിങ്ങൾ, പക്ഷെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. എന്റെ ഫേസ് ഞാൻ കൊടുത്ത അതേ ഇമേജ് തന്നെയാണ് എനിക്ക് തന്നിട്ടുള്ളത്, ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ കൊടുത്തത് ഇതായിരുന്നു. ഇതെന്റെ ഫേസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. സെയിം ഇമേജ് തന്നെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഔട്ട്പുട്ട്, ഒരേ തന്നെയാണ് തന്നിട്ടുള്ളത്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം.
അപ്പൊ നിങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിട്ടോ. നിങ്ങളുടെ ഫോട്ടോസ് പല ഫോർമാറ്റിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതിനൊക്കെ നിങ്ങൾക്ക് ChatGPT എന്നൊരു ജസ്റ്റ് ഒരു ടൂൾ ഉണ്ടെങ്കിൽ പോസിബിൾ ആണ്. യെസ്, സ്യൂട്ടിന്റെ കളർ മാറ്റി കണ്ടോ, എത്ര പണിയുള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി വേറെ ഡ്രസ് കോഡ് മാറ്റണമെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് കൊടുക്കാം. എന്ത് ഡ്രസ് കോഡാണ് വേണ്ടതെന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഒരു പ്രൊഫഷണൽ ഫോട്ടോസ് ഉണ്ടാക്കാൻ എത്ര പണിയുള്ളൂ. ഓക്കെ, ക്യാമറ വേണ്ട, ലൈറ്റ് വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് പ്രോംപ്റ്റ് മാത്രം മതി. ഓക്കെ, ഇത് ഹെൽപ്ഫുൾ ആയോ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ആരെങ്കിലും നിങ്ങളുടെ പിക്ചറൊക്കെ വെച്ചിട്ട്? ഹലോ, ചെയ്തില്ല, ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ വാട്സപ്പിന്റെ DP ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, വാട്സപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാം. ദാറ്റ്സ് എൻ ഓപ്ഷൻ. ഇനി നമുക്ക് നമ്മളെ പോസ്റ്റേഴ്സിൽ നമുക്കൊരു സപ്പോസ് ഇന്നലെ നമ്മൾ കാണിച്ചു പിൻട്രസ്റ്റ് എന്നൊരു വെബ്സൈറ്റ് പറഞ്ഞു. പിൻട്രസ്റ്റ് കേട്ടോ, വെബ്സൈറ്റ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? പിൻട്രസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിലുള്ള നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കണം. ഒരു വർക്ക്ഷോപ്പിന്റെ ഒരു പോസ്റ്റർ നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ നമുക്ക് വേണം. സപ്പോസ് നമ്മൾ ഈ പോസ്റ്ററാണ് എനിക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിക്കാം. ഈ പോസ്റ്ററിൽ ഈ ആളെ മാറ്റിയിട്ട് എൻ്റെ ഇമേജ് കൊടുക്കണം. അപ്പോൾ നമുക്ക് അക്കാഡമീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേസർ ആയ കുട്ടികളെ ഫോട്ടോസ് ഒന്നും ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കുട്ടിയുടെ ഫോട്ടോ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ഇമേജസ് എന്ന് കൊടുക്കുകയാണ്. കോപ്പി ഇമേജ് ഉണ്ട്, കോപ്പി എടുത്ത് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, പിൻട്രസ്റ്റിൽ പോയി നമ്മളിപ്പോൾ ചെയ്ത് എന്താ, പിൻട്രസ്റ്റ് എന്ന വെബ്സൈറ്റിൽ പോയി ഒരുപാട് ഡിസൈൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ChatGPT കൊണ്ടുപോയിട്ട് അവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ആളുടെ ഇമേജ് എൻ്റെ ഇമേജ് ആക്കി മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ എന്ത് എൻ്റെ ഇമേജ് പ്ലസ് ഐക്കൺ ആഡ് ചെയ്തു. എൻ്റെ ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, ചേഞ്ച് ദി ക്യാരക്ടർ ഇൻ ദി ഇമേജ്. ഇമേജ് 1 ക്യാരക്ടർ എന്ത് ചെയ്യണം, മാറ്റണം ടു ഇമേജ് 2. ഓക്കെ, ചേഞ്ച് ദ ക്യാരക്ടർ ഇമേജ് 1 ക്യാരക്ടർ എന്ത് ചെയ്യണം, ഇമേജ് 2 ക്യാരക്ടർ ആക്കി മാറ്റണം എന്നാണ് പ്രോംപ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഞാനൊന്ന് എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പൊ എന്താണ്, ക്യാരക്ടർ മാറുന്നുണ്ട്, നമുക്ക് നോക്കാം. വേറെ നമ്മൾ പറഞ്ഞിട്ടില്ല, ക്യാരക്ടർ മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണ് ChatGPT തരുന്നത് നോക്കാം. ഇനി അതൊക്കെ കാണിച്ചിരുന്ന് പല രീതിയിലും നമുക്ക് ഇത് എന്ത് ചെയ്യാം, പല യൂസ് കേസും ഉണ്ട്. ഒരു പെർട്ടിക്കുലർ യൂസിന് മാത്രമല്ല, പല രീതിയിൽ നമുക്ക് ഇതിന് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോഷോപ്പ് പഠിച്ച ഒരാൾക്ക് മണിക്കൂറുകളോളം എടുക്കുന്ന ഒരു വർക്കാണ് നമ്മൾ വളരെ സിമ്പിൾ ഒരു പ്രോംപ്റ്റ് കൊണ്ട് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. 1 മിനിറ്റ് വേണ്ടല്ലേ, 1 മിനിറ്റ് പോലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ? പിൻട്രസ്റ്റ് എന്ന വെബ്സൈറ്റിൽ പോവാ. പിൻട്രസ്റ്റിന്റെ ഒരു ലേഔട്ട് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഡിസൈൻസ് ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യാം. സീന മാഡത്തിന് വേണമെങ്കിൽ ഈ ഇമേജ് വെച്ചിട്ടൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. സീന മാഡത്തിന്റെ ഇമേജ് കൊടുക്കാം. നിങ്ങൾ പല രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്.
ഇവിടൊക്കെ ശ്രദ്ധിക്കണം, നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നു അതിനനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, Yes, ഒരു എളുപ്പപ്പണിക്കാ ചോദിക്കുന്നേ. ആ. നമ്മളിപ്പം എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ, ടീച്ചിങ് പ്രൊഫഷനിലായ കാരണം നമുക്ക് ഈ കലോത്സവത്തിന്റെ സമയത്തൊക്കെ ഒരേ പോസ്റ്ററിന്റെ അടിയിൽ ഇപ്പോ ഒരുപാട് കുട്ടികളുടെ അതിപ്പോ ഗ്രൂപ്പ് ഐറ്റംസ് ആണെങ്കിൽ ഒരു 7 കുട്ടികൾ ഉണ്ടാവും. ഈ 7 കുട്ടികൾക്കും ഒരേ പോസ്റ്ററിൽ തന്നെ തന്നെയാണ് നമ്മൾ ഇമേജ് മാറ്റി 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 കൊടുക്കല്. അപ്പോ എല്ലാവരുടെയും ഈ 7 കുട്ടികളുടെയും 7 തരത്തിലുള്ള ഇമേജ് വേണം. എന്നാൽ അതൊരൊറ്റ പ്രോംപ്റ്റിൽ തന്നെ ഈ 7 കുട്ടികളുടെ ഫോട്ടോ ഒറ്റയടിക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റണ വല്ല ഓപ്ഷനും ഉണ്ടോ? 7 കുട്ടികളുടെ ഫോട്ടോ നമ്മളെ കയ്യിൽ വേണം, ഒരുമിച്ച് വേണം. അല്ല, അത് കൊടുത്തിട്ട് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താൽ ഇതേമാതിരി ഒറ്റ കിട്ടും, സമയത്ത് തന്നെ 7 തരത്തിൽ കിട്ടും. 7 അല്ലാതെ അതായത് ഒരേ പോസ്റ്ററിൽ തന്നെ 7 തരത്തില് കുട്ടികളുടെ ഫേസ് മാത്രം മാറിയിട്ട് കിട്ടുമോ? കിട്ടും. താങ്ക് യു. അപ്പൊ നമുക്ക് റെഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റെഫറൻസിലുള്ള ക്യാരക്ടേഴ്സ് മാറ്റിയിട്ട് ഈ ക്യാരക്ടേഴ്സ് മാറ്റണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഹൗസ് ഇറ്റ്? നമ്മൾ കൊടുത്ത ഇമേജ് എന്തായിരുന്നു? ഇതായിരുന്നു കൊടുത്തിരുന്നത്. ഇമേജ് മാറ്റിയിട്ട് എന്റെ ക്യാരക്ടർ ആക്കി മാറ്റി. ഞാൻ എന്താ കൊടുത്തിട്ട് ഇമേജ് 1 ക്യാരക്ടർ എന്റെ ക്യാരക്ടർ ആക്കണം. ഹൗസ് ഇറ്റ്? ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഔട്ട് സൂപ്പർ സൂപ്പർ സൂപ്പറാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങളെ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ഫോട്ടോസ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം. ഇവിടെ ജോജിൽ ജോസഫ് ഡയറക്ടർ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഇതെങ്ങനെ മാറ്റാം, ഈ പോസ്റ്റർ തന്നെ നമുക്ക് ഇനി ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പോസ്റ്റർ നിർമ്മിക്കാനുള്ള പ്രോംപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്കത് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ആണെങ്കിൽ ഐ നീഡ് എ പ്രോംപ്റ്റ് to create this poster. ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് എനിക്ക് വേണം. അപ്പോൾ പോസ്റ്റർ ഏതാണെന്നുള്ളതാണ് പോസ്റ്റർ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇതുപോലത്തെ പോസ്റ്റർ ഉണ്ടാക്കാനുള്ള പ്രോംപ്റ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയുള്ള പ്രോംപ്റ്റ് വരും. ഒന്നുകൂടിയും കൊടുക്കുക, അതിനിടെ എക്സാക്ട് പ്രോംപ്റ്റ് കിട്ടും. അതേപോലെയുള്ള കറക്റ്റ് എക്യുറേറ്റ് തന്നെയാണ് എക്സാക്ട് പ്രോംപ്റ്റ് ടു ക്രിയേറ്റ് ദിസ് പോസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോംപ്റ്റ് തരുമോ എന്ന് നോക്കാം. ആ പ്രോംപ്റ്റിൽ എന്താ, ഇവിടെ ഡയറക്ടർ പേരുണ്ട്, നമ്മുടെ പേരാക്കി മാറ്റാം. വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് ആ പ്രോംപ്റ്റിൽ മാറ്റി കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ റിസൾട്ട് കിട്ടും. സോറി, എന്തോ ഒരു സ്റ്റെപ്പ് വന്നു ChatGPT-ക്ക്, എന്താണെന്ന് അറിയില്ല. യെസ്, I need exact prompt to create this post എന്ന് കൊടുത്തു. നമുക്ക് അതുപോലെ മാഡം പറഞ്ഞ പോലെ ഒരു പോസ്റ്റർ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. മാഡത്തിന് നമുക്ക് ഈ രണ്ടാളുടെ ക്യാരക്ടർ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടറാക്കി മാറ്റണം. ഒരുപാട് ഇമേജസ് ഇതിലുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. എനിക്ക് വേണ്ടത് എന്താ വെച്ചാ, നമ്മളൊരു പോസ്റ്റർ കൊടുത്തു. എനിക്ക് 2 പോസ്റ്ററാണ് വേണ്ടേ. ആ 2 പോസ്റ്ററിലും ആ ക്യാരക്ടർ മാത്രം മാറണം, ബാക്കിയൊക്കെ സെയിം ആയിരിക്കണം. ക്യാരക്ടേഴ്സ് മാത്രം മാറിയാ പോരെ?
ക്യാരക്ടർ മാത്രം മാറണം. എന്നാൽ ബാക്കിയൊക്കെ അതുപോലെ തന്നെ വേണം. എന്നാൽ ഫോട്ടോ മാത്രം, അതായത് കുട്ടികളുടെ ഫോട്ടോ മാത്രം മാറണം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട പോസ്റ്റർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആ ക്യാരക്ടർ ആ. ആരാ വേണ്ടത് അവരുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ. ഈ പോസ്റ്ററിലുള്ള ക്യാരക്ടേഴ്സ് ഇവരാക്കി മാറ്റണം എന്ന് പറയാം. ഇത്ര ചെയ്താൽ മതി. പക്ഷെ അപ്പൊ ഞാൻ കൊടുക്കേണ്ട പ്രോംപ്റ്റ് എന്തായിരിക്കണ്ടേ? കാരണം എനിക്ക് 2 സെപ്പറേറ്റ് പോസ്റ്റർ തന്നെ വേണം. പോസ്റ്റേഴ്സ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്തുണ്ടാക്കുക. ഓക്കെ, ഓക്കെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയതിനു ശേഷം അടുത്ത പോസ്റ്റർ ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് സെയിം ഫേസ് തന്നെ വിട്ടാനുള്ള വഴി എന്താ ഉള്ളത്? ജമീനിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത സെയിം ഫേസ് കിട്ടുന്നില്ലല്ലോ. സെയിം ഫേസ് ആണോ, മുഖാണോ? നമ്മളൊരു ഫോട്ടോ ജമീനിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു മുഖമായിട്ടാ വരാം. ഇതിപ്പോ ഞാൻ കൊടുത്തത് തന്നെയല്ല ഇവിടെ വന്നത് അല്ലേ? ഞാനിപ്പോ കേറിയിട്ടുള്ളൂ കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് സോറി. എങ്ങനെ? ഞാനിപ്പോ കേറിയിട്ടേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്. ഇപ്പൊ ഞാൻ സാർ ഇവിടെ നിന്ന് ശ്രദ്ധിക്കും. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ പോസ്റ്ററാണ്. നമ്മൾ എന്ത് ചെയ്ത് ഈ പോസ്റ്ററിൽ എന്റെ ക്യാരക്ടർ എന്റെ ഫോട്ടോ വെച്ചു, അതാണ് ചെയ്തത്. ഈ പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, ഇത് മാറ്റിയപ്പോ ഇങ്ങനെ വന്നു. കാണുന്നുണ്ടോ? എന്റെ ഫേസ് തന്നെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ കൊടുത്തിട്ടുള്ള ഫേസ് എന്നുള്ളത്, ഞാൻ കൊടുത്തിട്ടുള്ള ഫോട്ടോ എന്നുള്ളത് ഈ ഫോട്ടോ ആണ് ഞാൻ കൊടുത്തത്. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഫോട്ടോ ആയിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അപ്പൊ ഒരു ചേഞ്ചും ഇല്ലാതെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊന്നുമില്ല ചെയ്യേണ്ട കാര്യം. ഞാൻ ഈ ഫോട്ടോ എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്ത് കൊടുത്തു. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട പോസ്റ്റർ ആദ്യം അറ്റാച്ച് ചെയ്തു, എന്നിട്ട് നമ്മുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്തു. ഈ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തു, ഈ ഫോട്ടോ ഈ പോസ്റ്ററിലുള്ള ക്യാരക്ടർ മാറ്റിയിട്ട് എന്റെ ക്യാരക്ടറാക്കി മാറ്റണം എന്ന് കൊടുത്തു. ജനറേറ്റ് ചെയ്തു, ഇങ്ങനെ തന്നു. ക്ലിയർ ആണോ സർ? പക്ഷെ ഇത് ഫേസ് മാറി, നമ്മളൊക്കെ ചെയ്യുമ്പോ ഫേസ് മാറുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇത് ChatGPTയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അക്യുറേറ്റ് ആണ്. ഓക്കെ, ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അടിപൊളിയായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജെമിനിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ജെമിനിയിൽ ട്രൈ ചെയ്ത് നോക്കാം, എന്താ മാറ്റം അറിയാലോ. നമ്മൾ ജെമിനിയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീ വെർഷൻ നമുക്ക് ട്രൈ ചെയ്യാം, ഏതിലാണ് അക്യുറേറ്റ് എന്നുള്ളത്. ജെമിനിന്റെ പ്രോ വെർഷനാണ് എൻ്റെ അടുത്ത് ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോസ്റ്റർ ആണ് നമ്മൾ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു, ജെമിനിയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ഇതിൽ ഈ നടന്നു വരുന്ന മെയിൽ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ ആക്കി മാറ്റണം എന്നാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ജെമിനിനോടാണ് പറയുന്നത്. അപ്ലോഡ് ഫയൽ എന്നുള്ള ക്ലിക്ക് ചെയ്തു, എന്റെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേണ്ട പോസ്റ്റർ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിൽ എന്റെ ഇനി പ്രോംപ്റ്റിലാണ് നമ്മൾ കളിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ റീപ്ലേസ് ഞാൻ കൊടുക്കുകയാണ്. റീപ്ലേസ് ദി ക്യാരക്ടർ, റീപ്ലേസ് ദി മെയിൽ ക്യാരക്ടർ. ഞാൻ മെയിൽ ക്യാരക്ടർ, ഈ ആൺ ക്യാരക്ടർ മെയിൽ ക്യാരക്ടർ ഇൻ ദി ഇമേജ് 1. ഇമേജ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഇമേജ് ടു ദി ഇമേജ് 2. ഇമേജ് 2 ഇതാണ്, ഇമേജ് 1 ഇതാണ്. ഇമേജ് 1 മെയിൽ ക്യാരക്ടർ ഇമേജ് 2 ആക്കി മാറ്റണം എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ള. ഇവിടെ ടൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്രിയേറ്റ് ഇമേജ് നമ്മൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഫാസ്റ്റ് എന്നുള്ള മോഡ് നമ്മൾ പ്രോ എന്ന് കൊടുക്കുക. ലേറ്റസ്റ്റ് മോഡാണ് നാനോ ബനാന പ്രോ 3.1 എന്ന വേർഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്തു, നമ്മൾ സെലക്ട് ചെയ്തു. ഒന്ന് സെയിം ക്യാരക്ടർ വരുന്നുണ്ടോ, ഇമേജിന് മാറ്റം വരുന്നുണ്ടോ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞത് ചെറിയൊരു ഡിലേ ഉണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അഡാപ്റ്റിംഗ് ദ കോമ്പോസിഷൻ ഡീറ്റെയിൽ, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഇവിടെ എഴുതി തന്നിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഷോ തിങ്കിങ് ആണ്, ഇപ്പൊ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൗ ഇസ് ഇറ്റ്, എങ്ങനെയുണ്ട്? എന്റെ ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ടോ? ഇല്ലേ, ഞാൻ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. എങ്ങനെയുണ്ട്? ഔട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇങ്ങനെ വരുന്നതിന് എന്തെങ്കിലും സെറ്റിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? യെസ്, സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ചെറിയൊരു ചേഞ്ച് വരുത്താം. ജെമിനിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ 3 ബാർ കണ്ടോ ലെഫ്റ്റ് സൈഡില്? ബാറിലല്ല, റൈറ്റ് സൈഡിൽ നമ്മൾ ഐക്കൺ കാണാൻ പറ്റും. നമ്മളെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റും ഇവിടെ. സെലക്ട് ചെയ്യാം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ബാങ്ക് കൊടുക്കുന്നുണ്ട്. യെസ്, ഇപ്പൊ ജെമിനിയിൽ നിങ്ങൾ പോവാണെങ്കിൽ ജെമിനിന്റെ സെറ്റിംഗ്സ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിനിമേഡം ഇത് ഞാൻ മാറ്റിയത് നിങ്ങൾ കണ്ടല്ലോ അല്ലെ? നമുക്ക് വേറെ ഒന്നും ചേഞ്ച് ചെയ്തില്ല, ഞാൻ മാത്രം മാറി. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ കുട്ടികളെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സർ, ഈ ജെമിനിയുടെ സെറ്റിംഗ്സിൽ ഏതാ മാറ്റേണ്ടതെന്നുള്ളത്? നിങ്ങൾ ചെയ്ത് നോക്കിയാ നിങ്ങൾക്ക് ഒരേ ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്, അതോ മാറ്റണ്ടോ? ഏതാ എന്താണ്, ചാറ്റ് ജിപിടിയിൽ ഏതാണ് ശരിയായി വരുന്നുണ്ട്, പക്ഷെ ജെമിനിയിലാവുമ്പോ മുഖം മാറുന്നുണ്ട്. മുഖം മാറുന്നുണ്ട്. അപ്പൊ അത് ഏകദേശം അക്യുറേറ്റ് കിട്ടാൻ നമുക്കൊരു പ്രോംപ്റ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് പേഴ്സണൽ കോണ്ടെക്സ്റ്റ് എന്നുള്ള ഒരു വിൻഡോ ആണ്. ഞാനൊന്ന് ഫോണിൽ അത് ഓക്കെയാണ്, ലാപ്പിൽ ചെറിയൊരു മാറ്റം ഉണ്ട്. ഓക്കെ, ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഐക്കൺ ഉണ്ടാവുമല്ലോ, പ്രൊഫൈൽ ഐക്കൺ. പ്രൊഫൈൽ ഐക്കൺ നോക്കി കഴിഞ്ഞാൽ അതിൽ മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ലാപ്പിലാവുമ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ മാനേജ് സബ്സ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ഇതിന്റെ താഴെ ഓപ്ഷൻ കാണുന്നില്ലല്ലോ. പേഴ്സണൽ ഇന്റലിജൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജെമിനി സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഫോണിലാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതില് സെറ്റിംഗ്സിൽ പോയി അതിൽ സെറ്റിംഗ്സിൽ പോവാം. ആ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 1 മിനിറ്റ്. പേഴ്സണൽ കോണ്ടെക്സ്റ്റ് എന്ന വിൻഡോ നിങ്ങൾ കാണുന്നുണ്ടോ? പേഴ്സണൽ കോണ്ടെക്സ്റ്റ്. your public link, Gemini voice, interrupt, live response, caption preference, language, talk to Gemini, hand free, screen contact, Gemini on lock screen, digital assistant from Google. അതല്ല, പേഴ്സണൽ കോണ്ടെക്സ്റ്റ് എന്ന വിൻഡോ ആർക്കെങ്കിലും അത് കിട്ടുന്നുണ്ടോ? നോക്കിയോ? അതിൽ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടോ? അതൊന്നും കൂടി പറയോ? പേഴ്സണൽ ഇന്റലിജൻസ് അല്ല അത് വരേണ്ടത്. ഇപ്പൊ സെറ്റിംഗ്സ് ഒന്ന് മാറിയിട്ടുണ്ട് തോന്നുന്നു. മുൻപ് ഞാൻ ചെയ്തതാണ്. മെമ്മറി കണക്ട്, മെമ്മറി അല്ല,
ഞാൻ ഗ്രൂപ്പിൽ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ഞാനതൊന്ന് ഷെയർ ചെയ്യാം. ജെമിനി ഓപ്പൺ ചെയ്തിട്ട് പേഴ്സണൽ കോൺടാക്ട് വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷനാണ് വരേണ്ടത്, പക്ഷേ ഇപ്പോൾ അതിന്റെ ഓപ്ഷൻ കാണുന്നില്ല. അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് പേഴ്സണൽ ഇന്റലിജൻസ് എന്ന വിൻഡോ കാണുന്നുണ്ട്, പക്ഷേ അതിലല്ല ഇൻസ്ട്രക്ഷൻ ഫോർ ഓക്കെ ഇവിടെ ഉണ്ട്. ഇത് തന്നെയാണ് സെറ്റിംഗ്സ് വരുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ, സെറ്റിംഗ്സിൽ പോവാ. കേൾക്കുന്നുണ്ടല്ലേ ഞാൻ പറയുന്നത്? യെസ് യെസ്. സെറ്റിംഗ്സിൽ പോവാ. ഇതിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇന്റലിജൻസ് എന്ന വിൻഡോ കാണാൻ പറ്റും, കാണുന്നുണ്ടല്ലോ. ഇതിൽ മെമ്മറി ഉണ്ട്, കണക്റ്റഡ് ആപ്പ് ഉണ്ട്, താഴെ ഇൻസ്ട്രക്ഷൻ ഫോർ ജെമിനി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. കണ്ടോ? ഒരു പേഴ്സണൽ കോണ്ടാക്ട് പേഴ്സണൽ കോൺടാക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിൻഡോ നിങ്ങൾ കണ്ടോ? പല ആളുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, അതാണ് ഒരു കൺഫ്യൂഷൻ. കണ്ടോ? റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? സ്ക്രീനിൽ നോക്കുക, സെറ്റിംഗ്സിൽ പോവുക, പേഴ്സണൽ ഇന്റലിജൻസ് എന്ന ബട്ടൺ കാണുന്നുണ്ട്. ഞാനതിന്റെ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് ഗ്രൂപ്പില്. ഓക്കെ, പേഴ്സണൽ ഇന്റലിജൻസ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് താഴെ ഇൻസ്ട്രക്ഷൻ ഫോർ ജെമിനി എന്നുള്ള ഒരു ബട്ടൺ കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻഫോർമേഷൻ ഔട്ട് കിട്ടുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ഞാൻ തരുന്ന ഈ പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പ്രോംപ്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് ഇടാം. എവിടെ ഈ ആടല്ലേ സാറേ? ആടുന്നില്ല കൊടുത്തല്ലേ? പ്ലസ് ആഡ് എന്നുള്ള കൊടുക്കുന്നത് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക. അവിടെ ഞാൻ തരുന്ന ഈ പ്രോംപ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പ്രോംപ്റ്റ് എങ്ങനെ കിട്ടാം? ഞാൻ ഷെയർ ചെയ്തതിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം? ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ChatGPT ഇട്ട് കൊടുക്കുക, ഈ പ്രോംപ്റ്റ് വേണമെന്ന് പറയാം. ഓക്കെ, കിട്ടും. ഞാൻ ഷെയർ ചെയ്തുതരാം. ഏതായാലും ചാറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്തുതരാം. ചാറ്റ് ബോക്സിലാണ് വാട്സാപ്പിലല്ലേ? വാട്സാപ്പിലായിരുന്നല്ലേ? ഗ്രൂപ്പിലാകുമ്പോ പിന്നെ സമയം പോലെ യൂസ് ചെയ്യാലോ. നിങ്ങൾ അത് ചെയ്തിട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്താ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക്. ഓക്കെ, ഇത് ഷബീർ സർ, നിങ്ങൾ അതേ ഫോട്ടോ തന്നെയാണ് വന്നത്? അതെ അതെ അതെ. മാറ്റമൊന്നും വന്നില്ല അല്ലേ? കറക്റ്റ് കിട്ടി? ഇല്ല മാറ്റം. അതെ, ഞാൻ പ്രോംപ്റ്റ് കൊടുത്ത് ജെമിനി ആണോ ChatGPT ആണോ? അത് ChatGPT. ജെമിനി ഞാൻ ഈ സെറ്റിംഗ്സും ചെയ്തിട്ടുണ്ട്. ജെമിനി അതിന്റെ മുമ്പ് ചെയ്തപ്പോഴൊന്നും ഈ ഫേസിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. കറക്റ്റ് കിട്ടില്ല. ഈ സെറ്റിംഗ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഏകദേശം അക്യുറേറ്റ് ആയി കിട്ടുന്നുണ്ട്. ചില സമയത്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും മാക്സിമം അക്യുറസി കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ക്ലിയർ ആയില്ല എങ്ങനെയാ ചെയ്യാന്നുള്ളത്. ഇവിടെ ആഡ് എന്നുള്ളടത്ത് ഞാൻ കൊടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് ഒന്ന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം, ഏകദേശം സെറ്റാവാം. ഓക്കെ, അപ്പൊ ഹസീന മാഡം ചോദിച്ചതിനുള്ള ഉത്തരം മാഡത്തിന് കിട്ടിയോ? എങ്ങനെയാണ് ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നുള്ള? ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എന്റെ ഇമേജ് ഇവിടെ വന്നു. നമുക്ക് ഈ ഇമേജിൽ തന്നെ നമുക്ക് ഇതിന്റെ പ്രോംപ്റ്റ് നിർമ്മിക്കാൻ പറ്റും. നമുക്ക് വേണ്ട ചേഞ്ചുകളൊക്കെ ഇതിന്റെ പ്രോംപ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടാം? ഗീവ് ദ പ്രോംപ്റ്റ് ടു ക്രിയേറ്റ് ദിസ് പോസ്റ്റർ. ഈ പോസ്റ്റർ ഉണ്ടാക്കാനുള്ള പ്രോംപ്റ്റ് എനിക്ക് വേണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജെമിനി നമുക്ക് പ്രോംപ്റ്റ് തരും. ആ പ്രോംപ്റ്റിൽ നമുക്ക് വേണ്ട കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്,
അപ്പൊ നമ്മളെ കോണ്ടാക്ട് നമ്പർ ആക്കി കൊടുക്കാം. നമ്മളെ ലോഗോ അല്ല വന്നിട്ടുള്ള, അപ്പൊ ഈ ലോഗോ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, സെയിൽസ് ആണ്, ലീഗൽ അസിസ്റ്റന്റ്, ബേക്കർ, അപ്പൊ നമ്മളെ സർവീസുകൾ കൊടുക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് പ്രോംപ്റ്റ് തന്നു. ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് ചാറ്റ് GPT നമുക്ക് ഉണ്ടാക്കി നോക്കാം. എന്താണ് ഇതെന്ന് നമുക്ക് അറിയണം. ഇത് കോപ്പി ചെയ്തു. നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് നമുക്ക് വിത്ത് മൈ സ്റ്റഡി അബ്രോഡിന്റെ ഒരു പരസ്യമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റഡി അബ്രോഡ്. അപ്പൊ നമുക്ക് ചാറ്റ് GPT അത് നിർമ്മിച്ച് നോക്കാം, എന്താ മാറ്റം എന്നറിയാം. അവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ പ്രോംപ്റ്റിൽ ചെറിയ ചേഞ്ചസ് കൊടുക്കുന്നു. ഇവിടെ സ്റ്റഡി അബ്രോഡ് ആണ്. അപ്പോ ഇവിടെ നമ്മൾ സ്റ്റഡി അബ്രോഡ് മാറ്റിയിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഫ്യൂച്ചർ സ്കിൽസ് കൊടുക്കാം. നമ്മളൊരു കോണ്ടസ്റ്റിൽ ഫ്യൂച്ചർ സ്കിൽസ് ഒന്ന് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് വിത്ത് വിർച്വൽ ക്ലർക്ക് എന്നുണ്ട്. ഇവിടെ പൊസിഷൻ വിർച്വൽ ക്ലർക്ക് ആണ്. നമുക്ക് അവിടെ എന്ത് ചെയ്യാം, AI പോസ്റ്റർ ഡിസൈൻ ഒന്ന് കൊടുത്തു. ഒരു ലേബർ റെഗുലേഷൻസ് ഇവിടെ എല്ലാം കൊടുത്ത് നമ്മൾ എന്ത് എടുക്കുന്നത്, AI വീഡിയോ ക്രിയേഷൻ. ഓക്കെ, സാമ്പിൾ കൊടുക്കാണ് കേട്ടോ. എന്ത് മാറ്റാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് സെയിൽസ് എന്നുണ്ട്. സോറി, ഒന്നും കൂടി ഒന്ന് റിട്രൈ ചെയ്ത് നമ്മളെ ചാറ്റ് ജിപിയുടെ പോയി ക്ലോസ് ആയി പോയി അറിയാതെ. സോറി, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? പെട്ടെന്ന് നമ്മളെ ചാറ്റ് GPT എടുത്തോ പോയി സെർച്ച് ചെയ്ത് നോക്കാം. അറിയാതെ ക്ലോസ് ആയി പോയാൽ തോന്നുന്നുണ്ട്. സെലക്ട് ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പ്രോംപ്റ്റ് കൊടുത്തിട്ട് ജെമിനിയിൽ എത്ര വ്യൂസ് കിട്ടുന്നുണ്ട് ആരെ നോക്കുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ജെമിനി ഇപ്പൊ കിട്ടുന്നുണ്ട്, അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. റേറ്റ് ആയി കിട്ടുന്നുണ്ട്. അപ്പൊ പ്രോംപ്റ്റ് വർക്കിംഗ് ആണ്. ഉണ്ട്. അതെ അതെ. പ്രോ വെർഷൻ ആണോ ഫ്രീ വെർഷൻ ആണോ പ്രോംപ്റ്റ് ജെമിനി യൂസ് ചെയ്യുന്നത്? ജെമിനി ഫ്രീ വേർഷൻ. ഫ്രീ വെർഷനിലും അക്യുറേറ്റ് ആണ്. ഓക്കെ, അതെ. നിങ്ങൾക്ക് ഫ്ലോയിലും ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിൽ ഈ പ്രോംപ്റ്റിൽ നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഒന്നും കൂടി ആ പ്രോംപ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കാം, പ്രോംപ്റ്റിൽ എങ്ങനെ ചേഞ്ച് കൊണ്ടുവരാം, ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റഡി അബ്രോഡിന് പകരം നമ്മൾ എന്ത് ചെയ്തു, നിങ്ങളിങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ജെമിനിയിൽ ഉണ്ടാക്കിയ പ്രോംപ്റ്റ് നമ്മൾ ചാറ്റ് GPT വഴിയാണ് നിർമ്മിക്കണം. അങ്ങനെയൊക്കെ മൈൽസ് ആൻഡ് സ്റ്റഡി ഗോ ലോഗോ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ക്യുനൈഡ്സ് എന്ന് കൊടുക്കാം, ലോഗോ മാറ്റി. ഓക്കെ, നമുക്ക് ലോഗോ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും.
ഇവിടെ ഇവിടെ അവരുടെ എംബ്ലത്തിന്റെ ഈ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇത് അറ്റാച്ച്ഡ് അബോവ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ പറയുന്നത്? നമ്മൾ ആ പ്രോംപ്റ്റ് വായിച്ചു നോക്കുന്ന പ്രോംപ്റ്റിൽ വേണ്ട മാറ്റങ്ങളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കുറച്ച് ലീഗൽ അസിസ്റ്റന്റ് എനിക്കാണ് കൊടുത്തിട്ടുള്ളത്. AI ഡിസൈനർ, അവിടെ പൊസിഷൻസിന്റെ പേര് കൊടുത്തപ്പോൾ നമ്മൾ പൊസിഷൻ AI ഡിസൈനർ എന്ന് കൊടുത്തു. ബാക്കർ എന്നുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ എഡിറ്റർ എന്ന് കൊടുക്കാം. നമുക്ക് എഡിറ്റർ കൊടുക്കുന്നു. ബാങ്ക് ക്ലർക്ക് എന്നുണ്ട്. ഇത് പല ജോലിയിലോട്ടുള്ള ഒരു പോസ്റ്ററാണ്. അപ്പൊ നമുക്കിവിടെ വേറെ എന്ത് കൊടുക്കാം? ഫോർ എക്സാമ്പിൾ AI ലെക്ചർ. യെസ്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. നമ്മുടെ പ്ലസ് ഐക്കണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോട്ടോസ് ആൻഡ് ആഡ് ഫയൽസിൽ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ലോഗോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ ലോഗോ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറയാണ്? പ്ലസ് ഐക്കൺ അമർത്തിട്ട് വീണ്ടും ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത് കൊടുക്കുകയാണ്. എന്നിട്ട് ജനറേറ്റ് ചെയ്ത് നോക്കാം. ChatGPT നമുക്ക് എന്താണ് ഈ പ്രോംപ്റ്റ് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടില്ല. ജെമിനിക്ക് നമുക്കൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈൻ വെച്ചിട്ടുള്ള പ്രോംപ്റ്റ് തന്നിട്ട് ChatGPT എങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യുന്ന ഔട്ട്പുട്ടുകൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യട്ടോ. അപ്പോ യെസ്, അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ക്യാരക്ടർ മാറ്റിയിട്ട് ചെയ്യാം. നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടാവും, പ്രോഗ്രാംസിന്റെ പോസ്റ്റേഴ്സ് ഉണ്ടാവും, ഇവന്റ്സിന്റെ പോസ്റ്റേഴ്സ് ഉണ്ടാവും. പലതും പല ഡിസൈൻസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലെ പിൻട്രസ്റ്റ് വെബ്സൈറ്റിൽ അവിടുന്ന് ക്യാരക്ടേഴ്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്യാൻ പറ്റും. മാറ്റി വരുത്തണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ChatGPT എന്താ തരുന്നത് നോക്കാം. അതുപോലെ തന്നെ വേറൊരു പോസ്റ്ററിലും നമുക്ക് ഈ പോസ്റ്ററിൽ ഈ ക്യാരക്ടർ മാറ്റാൻ പറയാണ്. ചേഞ്ച് ദി ക്യാരക്ടർ ഇൻ ദി ഇമേജ് 1 to 2 എന്ന് കൊടുക്കുകയാണ്. മറ്റേത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു കണ്ണാടിയിൽ നോക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടി 2025 പഠിക്കാൻ പോകുന്നു, നേഴ്സായിട്ട് 2029 പുറത്തിറങ്ങുന്നു. അതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ ക്യാരക്ടർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണം ഇങ്ങനെ വരും എന്നുള്ള നമുക്ക് നോക്കാം. മിറർ ഇമേജ് അടക്കം കറക്റ്റ് വരും എന്നുള്ളത് ചെക്ക് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യാം. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റേഴ്സിനെ നമുക്ക് ടീക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഏതായാലും ഇതിന്റെ ഔട്ട് ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് മലയാളമാണ്. മലയാളം ഒരുവിധമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിൽ ChatGPT എത്തിയിട്ടുണ്ട്. പുതിയ അപ്ഡേഷനിൽ ChatGPT 2.0 എന്ന വേർഷനിൽ നമുക്ക് മലയാളം കൂടി അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജെമിനി ആയിരുന്നു, അടിപൊളിയായിരുന്നു. യെസ്, അപ്പൊ നമുക്ക് ഔട്ട് തന്നിട്ടുണ്ട്. കണ്ടോ? ഹൗ ഇസ് ഇറ്റ്? ചെറിയൊരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ബട്ട് അടിപൊളിയാണ്. ഫോൺ നമ്പർ മാറ്റാൻ നമ്മൾ മറന്നു. ഓക്കെ,
ഇത് കണ്ടോ, നമ്മുടെ ബ്രാൻഡിന്റെ ലോഗോയിൽ വന്നു. ആ പ്രോംപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ChatGPT പ്രീവിയസ് ആയിട്ട് നമുക്കൊരു ഡിസൈൻ കൊടുത്തിട്ടില്ല, പക്ഷെ അതിന് പ്രോംപ്റ്റ് തന്നു. ആ പ്രോംപ്റ്റ് അനുസരിച്ചുള്ള ഡിസൈനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മള് ഇങ്ങനെ ഒരു പോസ്റ്റർ തന്നത് നമ്മൾ ആക്ച്വലി നമ്മൾ എന്ത് പ്രോംപ്റ്റാണ് കൊടുത്തിട്ടുള്ളത്? ജെമിനിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പോസ്റ്ററാണ്. ഈ പോസ്റ്ററിന് ChatGPT റീക്രിയേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഏകദേശം ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എന്താണ് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും മനസ്സിലായോ എങ്ങനെയാണ് AI വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്? ഒരു ഐഡിയ കിട്ടിയോ? ഹലോ, ഓക്കെ. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് പ്രീവിയസ് ഒരു റെഫറൻസ് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്തതും വിത്ത് റെഫറൻസോട് കൂടി ഒരു AI ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തമ്മിലൊരു മാറ്റാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഈ പ്രോംപ്റ്റ് തന്നെ നമുക്ക് ജെമിനിയിൽ ഇട്ട് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ഇതിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ട് ഈ ജെമിനി തന്നെ നമ്മൾ ഇടുകയാണെങ്കിൽ അതിന്റെ ഔട്ട് എങ്ങനെയായിരിക്കും വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മള് കാരണം ഈ പ്രോംപ്റ്റ് നമ്മളിവിടെ കൊടുത്തപ്പോൾ എന്റെ ഇമേജ് നമ്മുടെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് കമന്റ് ലോഗോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും ഇവിടെ ജനറേറ്റ് ചെയ്തത് എന്റെ ഇമേജിനെ പോലെ നമ്മൾ പറഞ്ഞു കൊടുത്തതുപോലെ ഉള്ളൊരു ക്യാരക്ടറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ആ പ്രോംപ്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ജെമിനി തന്നെ കൊണ്ടുകൊടുക്കാം. ഇവിടെ ഫോൺ നമ്പർ ഒന്ന് മാറ്റാൻ നമുക്കാണെങ്കിൽ ക്യാരക്ടേഴ്സ് കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാണ്. അതുപോലെ നമ്മുടെ കമ്പനിയുടെ ലോഗോ വേണം, ലോഗോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ജെമിനിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. കാരണം ജെമിനിക്ക് ആൾറെഡി നമ്മളൊരു മെമ്മറി കൊടുത്തിന് ഇത് എങ്ങനെ ഈ പോസ്റ്റ് വരണം എന്നുള്ള. ഓക്കെ, കാരണം മുൻപ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരിക. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഔട്ട് നോക്കാം. ഓക്കെ, അത് ഔട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തോളൂ, നമുക്ക് വെയിറ്റ് ഫോർ ഇറ്റ്. പിന്നെ അതിനിടയിൽ ഞാൻ നിങ്ങൾക്കൊരു വേറൊരു നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് എത്രത്തോളം അക്യുറേറ്റ് ആണ്, എത്രത്തോളം കസ്റ്റമേഴ്സിന്റെ ഐയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ അറ്റൻഷൻ അതിന് കിട്ടും എന്നറിയാൻ വേണ്ടി നമുക്ക് ഒരു ടൂൾ അവൈലബിൾ ആണ്. അതിനാണ് അറ്റൻഷൻ ഇൻസൈറ്റ് എന്നുള്ളതാണ് അതിന്റെ പേര്. എന്താണ് അറ്റൻഷൻ ഇൻസൈറ്റ്? അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനൊന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാം. അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ജനിത്ത് എന്താണ് നിങ്ങളുടെ സ്ഥാപനമാണോ ഷെഗീർക്ക? അല്ലല്ല, അത് ഞാൻ വെറുതെ ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തത്. അപ്പൊ അവര് തന്നൊരു സംഭവം. നല്ല ഔട്ടാണ്. ഇതൊക്കെ ജെമിനിയാണോ ChatGPT ആണ്? അല്ല, ChatGPT. ഞാൻ അറ്റൻഷൻ ഇൻസൈറ്റ് എന്നുള്ളൊരു ടൂളാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പോസ്റ്റേഴ്സ് എത്രത്തോളം ഇതിൽ അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നൊരു സൈറ്റാണ്. ഇതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കയറുമ്പോൾ ഗൂഗിളിൽ നിങ്ങൾ അറ്റൻഷൻ ഇൻസൈറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അറ്റൻഷൻ ഇൻസൈറ്റ് ഇതിൽ ഈ ഐന്റെ ചിഹ്നമുള്ള, കണ്ണിന്റെ ചിഹ്നമുള്ള ലോഗോ ഉള്ള ഇതാണ്. നിങ്ങളെ മെയിൽ ID വെച്ചിട്ടെങ്കിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, സൈനപ്പ് ചെയ്യേണ്ടതുണ്ട് ആദ്യം. 14 ഡേ ഫ്രീ ട്രയലൊക്കെ ഉണ്ട്. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. നമുക്ക് നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ പോസ്റ്റേഴ്സിന്റെ ഒന്ന് എത്രത്തോളം അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ജെമിനി നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഓക്കെ, പ്രോംപ്റ്റ് വെച്ചിട്ട് ജെമിനി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ഇനിയും മാറ്റം വരുത്താം. ഓക്കെ,
നിങ്ങൾക്ക് ശ്രദ്ധിച്ചപ്പോൾ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ക്യാരക്ടർ മാറി, ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കിത് റെഡി ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ചാറ്റ് ഓപ്പൺ ചെയ്യാം, വീണ്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്. അപ്പോ പ്രോംപ്റ്റ് വെച്ചിട്ട് അതിനേക്കാളൊക്കെ ബെറ്റർ എന്താണ്, ഒരു പ്രീവിയസ് റോ പ്രോംപ്റ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഡിസൈൻ റെഫറൻസ് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അതാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കണ്ടോ, ഇത് വെച്ച് ഇതിലുള്ള മാറ്റം വരുന്നതല്ല ഏറ്റവും ബെറ്റർ. നല്ല ഡിസൈൻ ഔട്ട്പുട്ട് ഓൾറെഡി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ലോഗോ മാറ്റാം, ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ മാറ്റാം. അത് ഒറ്റയടിക്ക് മാറ്റാനുള്ള ഒരു പ്രോംപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് വേണം എനിക്ക് പറഞ്ഞുതരാം. അത് വേണോ, ആ പ്രോംപ്റ്റ് വേണോ? അതെ അതെ. അതിന് മുന്നേ അറ്റൻഷൻ സെറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ പോവാം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ കൊടുത്തോളം അറ്റൻഷൻ ഇൻസൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഇത് ക്ലിക്ക് അനാലിസിസ് എന്നുള്ളൊരു ടാബ് കാണാം. അതിൽ ക്രിയേറ്റിവിറ്റി അനാലിസിസ് ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്യാം. അഡ്വർടൈസ്മെന്റ് നിങ്ങളുടെ പർപ്പസ് എന്താണ്, അഡ്വർടൈസ്മെന്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റർ ഇപ്പോ ഏതാണ്, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നോക്കാം. സേവ് ഇമേജ് കൊടുത്തു, നമ്മൾ സേവ് ആക്കി. ഈ പോസ്റ്റർ എത്രത്തോളം അടിപൊളിയാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. ഓക്കെ, പേർപ്പസ് മനസ്സിലായല്ലോ, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു, ആഡ് ചെയ്യുന്നു. അഡ്വർടൈസ്മെന്റ് ആൻഡ് സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്താ സെലക്ട് ചെയ്യാം. ബ്രാൻഡ് എക്സ്പോഷർ ആണ്, നമുക്ക് എന്താണ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുറെ അഡ്മിഷൻ കിട്ടാണോ, എന്താണ്, എന്ത് അനാലിസിസ് നമുക്ക് കിട്ടുക, പ്രൊഡക്റ്റ് ഹൈലൈറ്റ് ചെയ്യണോ, എന്ത് ബ്രാൻഡ് എക്സ്പോഷർ ആണ് കിട്ടേണ്ടത്. അപ്പൊ അതൊക്കെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്ത് ചോദിക്കാം. കുറെ മെസ്സേജ് ആളുകൾ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് വരാണ് വേണ്ടത്. ഹൗ യുവർ മെസ്സേജ് ഇസ് സീൻ അക്രോസ് അഡ്വർടൈസ്മെന്റ്. അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അനാലിസിസ് എന്ന് കൊടുക്കുകയാണ്. യെസ്, അപ്പൊ ആ പോസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്ത് തരുന്നുണ്ട്. ഈ പോസ്റ്ററിലെ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഓക്കെ, അപ്പോ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇവിടെ സ്കോർ തന്നിട്ടുണ്ട്. ഈ പോസ്റ്റിന്റെ സ്കോർ എന്നുള്ളത് 51 തന്നിട്ടുണ്ട്. സ്കോർ നമുക്ക് അനലൈസ് ചെയ്യാം. ഇൻസൈറ്റ് ഫോണ്ട് ഫോക്കസ് ഏരിയ 60%. അതിൽ ആ റെഡ് കളർ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന എന്താണ് സംഭവം? അത് അവിടെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ആണോ അതോ മിസ്റ്റേക്കുകളാണോ? അതെ, ഇൻസൈറ്റ് നമുക്ക് കിട്ടും. ഇവിടെ കാണിച്ചിട്ടുണ്ട് 6 ഇൻസൈറ്റ് നമുക്ക് തന്നിട്ടുള്ളത്, എന്തെങ്കിലും മിസ്റ്റേക്ക് എന്നുള്ളത്. ഇപ്പൊ ഇൻസൈറ്റ് ഒന്ന് ഗുഡ് ആണ്, ടെക്സ്റ്റ് ഹാസ് എക്സലന്റ് കോൺട്രാസ്റ്റ് അഗെയിൻസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, ഈസി ടു റീഡ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റുകളാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ഒക്കെ ഓക്കെ ആണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഇമേജ് ഹാസ് ഗുഡ് ഓവറോൾ കോൺട്രാസ്റ്റ് ആൻഡ് കളേഴ്സ് ആർ റീസണബിൾ വെൽ സെപ്പറേറ്റഡ്. അത് ഓക്കെയാണ്. വാർണിംഗ്സ് തന്നിട്ടുണ്ട്. ഇമേജ് ഹാസ് എ മോഡറേറ്റ് നമ്പർ ഓഫ് നോൺ ടെക്സ്റ്റ് വിഷ്വൽസ് എലമെന്റ് സ്റ്റാർട്ടിങ്. ബിസി ആയിട്ട് ഇമേജ് കുറച്ച് കണ്ടസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ കുറെ എലമെന്റ്സ് ഉള്ള പോലെ തോന്നുന്നുണ്ട്, ഇതിന്റെ മിസ്റ്റേക്കുകളാണ്. ഇത് ഇഷ്യൂസ് പറയുന്നുണ്ട്. ഇമേജ് ഈസ് കോംപ്ലക്സ് ആൻഡ് മേ ബി ഡിഫിക്കൽട്ട് ഫോർ വ്യൂവേഴ്സ് ടു പ്രോസസ്. പെട്ടെന്ന് പ്രോസസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇമേജ് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ്, ഇമേജിൽ കുറെ ടെക്സ്റ്റുകളുണ്ട്. അപ്പൊ ടെക്സ്റ്റുകളൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടിയാണ് പറയുന്നുള്ളത്. ടു മച്ച് ഓഫ് ടെക്സ്റ്റ് ഉണ്ട്, അതൊക്കെ കുറക്കണം. ഇതിന്റെ സ്കോർ 60 തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇൻസൈറ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ പ്രശ്നമുള്ള ഏരിയാസ് ഒക്കെയാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവുന്നതാണ്. ഇതിന്റെ സ്കോർ ഇവിടെ തന്നിട്ടുണ്ട്. ക്ലാരിറ്റി റേഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. 95-100 ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്, 94 വരെ ആണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൽ ക്ലാരിറ്റി ആണ്.
0 to 29 ആണ് ഈ സ്കോർ എന്നുള്ളതുണ്ടെങ്കിൽ തിയറി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മൾ 51 മാർക്ക്. ഒപ്റ്റിമൽ ക്ലാരിറ്റി ഒന്നും കുഴപ്പമില്ല, ക്ലാരിറ്റി ഓക്കെ ആണ്. ഓക്കെ, ഇതിന്റെ പേർപ്പസ് എനിക്ക് മനസ്സിലായോ എന്താന്നുള്ളത്? ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾ പോസ്റ്ററിൽ മാറ്റി വരുത്തുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടി ചെയ്യാം. ക്ലാരിറ്റി സ്കോർ ഉണ്ട്, മോർ ഡിഫിക്കൽട്ട് ഉണ്ട്, ഇൻസൈറ്റ് ഉണ്ട്. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് ഫോക്കസ് അറ്റൻഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോക്കസ് ഏരിയ ഉണ്ടോ, ആളുകളെ ഫോക്കസ് പോകുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. കോൺട്രസ്റ്റ് ഉണ്ട്, ഓപ്ഷൻസ് ഒറിജിൻ അപ്പൊ പല രീതിയിലുള്ള ഒരാളിത് കാണുകയാണെങ്കിൽ കോൺട്രസ്റ്റ് ഇങ്ങനെ വരും. അറ്റൻഷൻ, ആളുകൾ ഇത് അറ്റൻഷൻ എന്നുള്ള ടാബിൽ പോയി കഴിഞ്ഞാൽ ആളുകളുടെ അറ്റൻഷൻ എങ്ങോട്ടൊക്കെ പോകുന്നുള്ളതാണ് തീർച്ചയായിട്ടും കാണിക്കേണ്ടത്. ഈ ഏരിയസിലെ അറ്റൻഷൻ പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊരു ടൂളാണ്, നിങ്ങളുടെ അറിവിലോട്ട് പോകുന്നുണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈനർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം മാറ്റങ്ങൾ നിങ്ങളതിൽ വരുത്തണമെന്നുള്ളത് ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണം. യെസ്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ടൂള് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒന്നുകൂടി ഗൂഗിളിന്റെ മിക്സ് ബോർഡ് എന്ന ടൂളാണ്. ഗൂഗിൾ മിക്സ് ബോർഡ് കേട്ടിട്ടുണ്ടോ? ഗൂഗിൾ മിക്സ് ബോർഡ് ഇല്ല കേട്ടില്ല. ഗൂഗിളിന്റെ ഫ്ലോ എന്ന ടൂൾ നിങ്ങൾ പറഞ്ഞു. ഗൂഗിൾ ആപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ആപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ടൂളാണ് ഗൂഗിളിന്റെ മിക്സ് ബോർഡ് എന്ന ടൂൾ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു പോസ്റ്റർ, ഒരു ഇമേജ് ആഡ് ചെയ്തു. അപ്പൊ ആ ഇമേജിലുള്ള ഓരോ എലമെന്റ്സ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കിട്ടണം. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ് നമുക്ക് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് ഈ ഒരു പോസ്റ്റർ കൊടുക്കാണ്. ഈ പോസ്റ്ററിൽ ഈ ക്യാരക്ടർ നമുക്ക് ഇവിടെ വേണ്ട, അപ്പൊ ഇത് എടുത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കും. അല്ലാതെ തന്നെ നമുക്ക് ഈ ഫോണ്ട് നമുക്ക് വേണ്ട, ഇത് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇതിൽ നമുക്ക് എഡിറ്റേഴ്സിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ന്യൂ പ്രൊജക്ട് ഒന്ന് കൊടുക്കാം. വാട്ട് യു വാണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ്, ഈ ടൂള് നിങ്ങളൊന്നും എന്ത് ചെയ്യാ, ഇന്ന് നമുക്ക് സമയം കുറവാണ് ഫുള്ളായിട്ട് കാണിക്കാൻ. ഇങ്ങനെ ടൂൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. നാളെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ട്രൈ എങ്ങനെയാണെന്നുള്ള നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഗൂഗിൾ മിക്സ് ബോർഡ് ഇതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അതുപോലെ നാളെ നമുക്ക് ചെയ്താൽ പോരെ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനത് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ പേർപ്പസ് എന്താന്നുള്ളത്, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അതിന്റെ പേർപ്പസ് എന്താന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫോർ ഇൻട്രസ്റ്റ്. നാളെ സൺഡേ ആവുകൊണ്ട് ഒഴിവെന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഒഴിവ് വേണമെങ്കിൽ ഒഴിവ് വരാം, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ഇഷ്ടം. എന്താ വേണ്ട, ക്ലാസ് വേണോ അതോ തിങ്കളാഴ്ച മതിയോ? ഞാൻ എന്തിനും റെഡിയാണ് കേട്ടോ. എല്ലാരും പറയട്ടെ, എനിക്ക് നാളെ എന്ത് പ്രയാസമുണ്ട്, ഞാൻ എന്റെ വീഡിയോ കണ്ടോളാം. ബാക്കിയുള്ളവരെല്ലാരും ഓക്കെ ആണെങ്കിൽ സൺഡേ ഒഴിവാണെങ്കിൽ യെസ്, അങ്ങനെയാണ് നമുക്ക് സൺഡേ ഒഴിവാക്കാൻ ലീവാക്കാം, പ്രശ്നമില്ല. തിങ്കളാഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ പേർപ്പസ് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ട്. ഇതിൽ നമുക്ക് ഈ എലമെന്റ് നമ്മൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, സെപ്പറേറ്റ് എലമെന്റ്സ് ഇൻ ദിസ് പോസ്റ്റർ എന്ന് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഓരോ പാർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ എന്നെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്യാൻ പറ്റും, ഈ ലേഡി നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഈ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് മാറ്റിട്ട് വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രൊഫഷൻ ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. കാരണം ഹവർലി ഫോട്ടോഷോപ്പിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണത്. അപ്പൊ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഗൂഗിൾ മിക്സ് ബോർഡിന്റെ ഒരു പ്രത്യേകത അതാണ്. ഓക്കെ,
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം, പേഴ്സണലി ഒന്ന് നോക്കാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇന്ന് എടുത്തത് യൂസ്ഫുൾ ആയോ? പുതിയ അറിവുകൾ കിട്ടിയോ? ഓക്കെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് വേർത്താണെന്ന് തോന്നിയ എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഷുവർ, ഹസന മാഡത്തിന് ഓക്കെ ആയിട്ടുണ്ട്. SMCL ഓക്കെ ആണ്. അതിൽ എന്തേ പറയാണ്ടോ? ഓക്കെ ആണ് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി തിങ്കളാഴ്ച കാണാം നമുക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് കാര്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു പോസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മളെ ക്യാരക്ടർ എങ്ങനെ കൊണ്ടുവരാം, ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അറ്റൻഷൻ ഇൻസൈറ്റ് എന്ന ടൂളും നിങ്ങൾ പരിചയപ്പെട്ടു. അതുപോലെ ഗൂഗിൾ മിക്സ് ബോർഡ് എന്ന ടൂളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ ജെമിനിയിൽ നമുക്ക് എങ്ങനെ നമ്മളെ ഫേസും ക്യാരക്ടറും മാറ്റം ചേഞ്ച് വരാതെ നമുക്ക് കൊണ്ടുവരാം അതിനുള്ള പ്രോംപ്റ്റ് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ChatGPT ജെമിനി തമ്മിലുള്ള മാറ്റങ്ങൾ ജസ്റ്റ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു. ഒക്കെയാണ് ഇന്നത്തെ ഇതിലുള്ള. ഓക്കെ, ഇനി നാളത്തെ ഇതിൽ നമുക്ക് മിക്സ് ബോർഡ് ടൂളിനെ കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ കുറച്ച് പ്രോംപ്റ്റിന്റെ കിറ്റ് ഉണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാനും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി കുറച്ച് പ്രോംപ്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ പ്രോംപ്റ്റ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഒരു ജസ്റ്റ് റെഫറൻസ് കൊടുത്താൽ തന്നെ ഔട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്രോംപ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ എന്റെ പ്രോംപ്റ്റിന്റെ കിറ്റും കാര്യങ്ങളൊക്കെ എൻഡ് ഓഫ് ദ കോഴ്സ് ഞാൻ തരുന്നുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ താങ്ക് യു വെരി മച്ച്.